ഹലോ ഹായ്. കുറേ കാലമായിട്ട് ഇങ്ങനെ ട്രൈപ്പോഡൊക്കെ പിടിച്ച് വ്ളോഗ് ചെയ്തിട്ട് ഞങ്ങൾ ട്രാവൽ വീഡിയോസിന് സമയത്ത് സ്ഥിരം ഇതായിരുന്നു പരിപാടി. നമ്മുടെ ട്രാവൽ വീഡിയോസ് കണ്ടവർക്ക് ചിലപ്പോൾ മനസ്സിലായി കാണുമായിരിക്കും. തിയേറ്റർ വീഡിയോ തുടങ്ങിയ ശേഷം ഞങ്ങൾ പിന്നെ ക്യാമറ ഒരു സ്ഥലത്ത് ഫിക്സ് ആക്കി വെച്ചിട്ട് ഇങ്ങനെ സമാധാനപരമായിട്ട് ഇരുന്ന് സംസാരിക്കുന്ന ഒരു രീതി ആയിരുന്നല്ലോ. അപ്പോഴേ പുതിയ ആഴ്ചയാണ്, കുറേ പുതിയ സിനിമകൾ റിലീസായിട്ടുണ്ട്. മൊത്തം 1 2 3 4 5 സിനിമകൾ റിലീസായിട്ടുണ്ട്. 5 സിനിമകൾ എന്ന് പറയുമ്പം 4 മലയാള സിനിമയും 1 തമിഴ് സിനിമയും, അതിൽ 1 മലയാള സിനിമ OTT റിലീസാണ്, ബാക്കി 3 സിനിമയും തിയേറ്റർ റിലീസ്. കഴിഞ്ഞ ദിവസം സോണി ലിവിൽ പുഴു റിലീസായിട്ടുണ്ട്. നിങ്ങൾ സിനിമ കണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോഴേ ഞങ്ങൾ ഇന്ന് കാണാൻ പോകുന്ന സിനിമ ഏതാണ്? ജോ ആൻഡ് ജോ. യെസ്, ജോമോളുടെയും ജോമോന്റെയും കഥയാണ് സിനിമ. ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു നാടൻ പശ്ചാത്തലത്തിൽ ലോക്ക്ഡൌണിൽ സംഭവിക്കുന്ന ഒരു സിനിമയാണെന്നാണ് തോന്നുന്നത്. ട്രെയിലറിനകത്ത് കാണിക്കുന്നുണ്ട്. 2 സഹോദരങ്ങൾ തമ്മിലുള്ള ഫൈറ്റാന്ന് തോന്നുന്നു. ഒരു ഫൺ സിനിമയാണെന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ, നല്ല സിനിമ ആവട്ടെ. എന്തായാലും ഇന്ന് മെയ് 13-ാം തീയതി 4 സിനിമകൾ റിലീസുണ്ട്. പറഞ്ഞല്ലോ, ഡോൺ സിനിമ ഇന്ന് റിലീസാണ്, തമിഴ് സിനിമ. പിന്നെ മേരി ആവാസനോ, യെസ്, പിന്നെ 10ാം വളവ്. അങ്ങനെ കുറേ സിനിമകൾ ഇന്ന് റിലീസാണ്. അപ്പം പുറകെ ബാക്കി സിനിമകളൊക്കെ നമ്മൾ കാണുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഇന്ന് ജോ ആൻഡ് ജോ കാണാൻ പോകുന്നത് ഏത് തിയേറ്ററിലാ? ഏറ്റുമാനൂരുള്ള UGM തിയേറ്റർ. യെസ്, കുറേ ആൾക്കാർ ഇങ്ങനെ കമൻറ്റ് ചെയ്യുവാണ്, ഇവിടെ ഒന്ന് ഏറ്റുമാനൂർ UGM സിനിമാസിൽ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റ്സ് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ അവിടെ പോയിട്ടാണ് സിനിമ കാണുന്നത്. അപ്പം ഈ തിയേറ്റർ കമൻറ്റ് ചെയ്ത കുറച്ച് ആൾക്കാരുടെ പേര് നമുക്ക് പറയണ്ടേ? യെസ്, പറഞ്ഞേക്കാം അല്ലേ. അപ്പോൾ ആദ്യത്തെ ആളുടെ പേര് റോജ ബിജു. ഒറിജിനൽ നെയിം ഇത് തന്നെയല്ലേ? അപ്പോഴേ ഈ റോജ ബിജു ആണ് കുറേ കാലമായിട്ട് UGM സിനിമാസിൽ വരണമെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുന്നത്. പിന്നെ റുബിൻ, നിജിൽ, സാബു, ഐ ആം ഇന്നവിറ്റബിൾ, മറ്റേ അയൺമാൻ്റെ അതാണോ? പിന്നെ ഹിറ്റ്ലർ, ലിബിൻ, മല്ലു പെസ് ഗെയിമർ, ആദു, ടോം, അലൻ, സോജിത്ത്. ഈ ബാക്കി യൂട്യൂബ് ID വേറെ പേര് ഉള്ള ആൾക്കാർ അവരുടെ പേരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ യൂട്യൂബ് ID പല ആൾക്കാർ പേരിങ്ങനെ മാറി വരുന്നുണ്ട്. ശരിക്കും നിങ്ങളുടെ ഒറിജിനൽ നെയിം തന്നെയാണോ നിങ്ങളുടെ യൂട്യൂബ് ID? ശരിക്കും നിങ്ങൾ ആരാണ്? കുറേ ആൾക്കാർ ഇങ്ങനെ നമ്മൾ കമൻറ്റ്സ് സ്ഥിരം കാണുന്നുണ്ട്. ചിലപ്പോൾ അവരുടെ പേരുകളൊക്കെ ഇങ്ങനെ മാറി വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും നിങ്ങളുടെ ഒറിജിനൽ നെയിം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞങ്ങളിന്ന് UGM സിനിമാസിൽ പോയിട്ടാണ് സിനിമ കാണുന്നത്. നമ്മളിന്ന് OD 3-ലാണ് നമുക്ക് ടിക്കറ്റ് കിട്ടിയിരിക്കുന്നത്. അവിടെ OD 1 പല ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാ, അവിടെ ഇല്ല. OD 3-ലാണ് ജോ ആൻഡ് ജോ ഉള്ളത്. നമ്മൾ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞായിരുന്നു, നമുക്ക് ഇനി അങ്ങോട്ട് ഇപ്പോൾ ഒരു തിയേറ്ററിലെ മെയിൻ സ്ക്രീൻ സെലക്ട് ചെയ്ത് നമുക്ക് സിനിമ കാണാൻ പോകാൻ പറ്റത്തില്ല. ഇനി പല സിനിമകളും ഒരുപാട് സിനിമകൾ റിലീസ് ആവുന്നുണ്ട്. അപ്പോൾ തിയേറ്ററുകാരെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. ഒരുപാട് സിനിമകൾ റിലീസ് ആകുമ്പോൾ എന്തായാലും അവർ ഏതെങ്കിലും ഒരു സ്ക്രീനിലായിരിക്കും ചിലപ്പം സിനിമ ഇടുന്നത് അല്ലേ. പക്ഷെ എന്തായാലും നിങ്ങൾ പറഞ്ഞ ഓഡിയിൽ എന്തായാലും ഞങ്ങൾ സിനിമ കാണും. നമ്മൾ ഏരീസ് പ്ലസിലാണെങ്കിൽ ആദ്യം കണ്ട ഓഡിയിലല്ല നമ്മൾ രണ്ടാമത് കണ്ട. അതുപോലെ തന്നെ ആറ്റിങ്ങൽ ഡ്രീംസിന്റെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയായിരുന്നു അല്ലേ? ഓഫ് കോഴ്സ്, ഉറപ്പായിട്ട് ഞങ്ങൾ എല്ലാ തിയേറ്ററുകളിലെയും മെയിൻ സ്ക്രീൻ എക്സ്പീരിയൻസ് ചെയ്തിരിക്കും അല്ലേ. അപ്പം നമുക്ക് ഇന്ന് ടിക്കറ്റ് കിട്ടിയ OD 3 ആണല്ലോ. അവിടുത്തെ ടിക്കറ്റ് റേറ്റ് വരുന്നത് ഗോൾഡ് 150 രൂപ, പിന്നെ പ്ലാറ്റിനം 250 രൂപ. പിന്നെ ഞങ്ങൾ ബുക്ക് മൈ ഷോയിൽ സീറ്റൊക്കെ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പം മൊത്തം 169 സീറ്റാണ് ഞങ്ങൾ കണ്ടത്. അതിൽ കൂടുതലുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ആഴ്ച നമുക്ക് ജോ ആൻഡ് ജോയിൽ അങ്ങോട്ട് തുടങ്ങിയേക്കാം. ഇനി ഒരു 3-4 സിനിമകൾ കണ്ടു തീർക്കാനുണ്ട്. അതൊക്കെ കാണാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ പിന്നെ വഴി അറിയിക്കാം. അപ്പോഴേ ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു 2 മണിക്കൂറിന് മുകളിൽ യാത്രയുണ്ട് കേട്ടോ. ഒരു കോട്ടയം കഴിഞ്ഞിട്ട് നമുക്ക് 2-3 ജില്ലകൾ കവർ ചെയ്യാനുണ്ട്. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം കഴിഞ്ഞിട്ട് പിന്നെ ഏറ്റുമാനൂർ പോയിട്ട് വേണം സിനിമ കാണാനായിട്ട്. അപ്പൊ നല്ലൊരു യാത്രയുണ്ട് അല്ലേ. 2 മണിക്കൂർ മുകളിൽ യാത്രയുണ്ട്. നമ്മുടെ ഷോ. ഫസ്റ്റ് ഷോ അല്ലേ, ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ. അതിന് രാവിലെ 9:15 ഷോ. അപ്പൊ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് വിട്ടേക്കട്ടെ. അപ്പൊ ഇനി അവിടെ ചെന്നിട്ട് കാണാം. അങ്ങനെ നീണ്ട 2.5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഏറ്റുമാനൂരുള്ള UGM സിനിമാസ് 4K ഡോൾബി അറ്റ്മോസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. അത് ഇവിടെ മതിൽ മാത്രമേ ഉള്ളൂ, ഗേറ്റ് ഒന്നുമില്ല. ഗേറ്റ് കാണുന്നുണ്ട്, പക്ഷെ ഇത് അടച്ചിട്ടേക്കുവാണല്ലോ. നമ്മുടെ നമുക്ക് അപ്പുറത്തെ വഴി കറങ്ങി പോകേണ്ടി വരും. ഇവിടെ അടച്ചിട്ടേക്കാണ്. സോറി ഗൈസ്, വഴി ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയി. ഞങ്ങൾ ആ ലെഫ്റ്റിലോട്ട് എടുത്ത് ആ പോക്കറ്റ് റോഡ് വഴി നേരെ പോയി. ശരിക്കും അങ്ങോട്ടൊന്നും പോകണ്ടായിരുന്നു. ആ റോഡിൻ്റെ സൈഡിൽ തന്നെ ഉണ്ട് ഇതിലേക്കുള്ള ഓപ്പണിങ്. അപ്പോൾ എന്തായാലും നമ്മൾ വഴിയൊക്കെ കണ്ടുപിടിച്ച് അകത്തേക്ക് പോകാട്ടോ. ആ വിശാലമായ പാർക്കിംഗ് ആണല്ലോ. ഫ്രണ്ടിൽ കുറച്ച് ആൾക്കാരൊക്കെ നിൽക്കണം. നമുക്കൊന്ന് പോയി നോക്കാം കേട്ടോ. നമ്മളിപ്പോൾ കയറി വന്ന വഴിയാണിതേ ആ കാണുന്നത്. അതിന് തൊട്ടടുത്തായിട്ടാണ് കേട്ടോ 2 വീലർ പാർക്കിംഗ് വരുന്നത്. കണ്ടില്ലേ, അവിടെ ഒരു ബോർഡൊക്കെ കാണാം, സ്കൂട്ടർ ഓൺലി എന്ന് പറഞ്ഞിട്ട്. പിന്നെ കാർ പാർക്കിംഗ് വരുന്നത് ഈ ഒരു സൈഡ് ഫുള്ള് കാർ പാർക്കിംഗ് ആണെന്ന് തോന്നുന്നു. പക്ഷേ ഇവിടെ നിന്ന് വണ്ടികളൊന്നും പാർക്ക് ചെയ്തിട്ടില്ല.
ആ ഒരു സൈഡിലായിട്ട് തിയേറ്ററിന് മുൻപിലായിട്ടാണ് പാർക്കിംഗ് വരുന്നത്. അതിവിശാലമായ കാർ പാർക്കിംഗ് ഏരിയ തന്നെ നമുക്ക് തിയേറ്ററിന് മുൻപിൽ കാണാൻ പറ്റും. പിന്നെ ഷോ ടൈം പറഞ്ഞല്ലോ, രാവിലെ 9:15 ആയതുകൊണ്ടേ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇപ്പോൾ തിയേറ്ററിലേക്ക് വന്നിട്ടുള്ളൂ. അപ്പോഴേ കോട്ടയം ഏറ്റുമാനൂരിലെ UGM സിനിമാസ് ഇതുവരെ കാണാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതാണ് ആ തിയേറ്റർ. നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും ആദ്യമായിട്ടാണ് ഈ ഒരു തിയേറ്റർ കാണുന്നത്. തിയേറ്ററിൻ്റെ ബിൽഡിംഗ് ഒക്കെ കണ്ടല്ലോ, വളരെ മനോഹരമായിട്ട് തന്നെയാണ് അതിൻ്റെ ഒരു എക്സ്റ്റീരിയറൊക്കെ ചെയ്തേക്കുന്നത്. നല്ലൊരു ബോക്സി ടൈപ്പ് ഡിസൈനാണ് വന്നേക്കുന്നത്, കാണാൻ നല്ല ഭംഗിയുണ്ട്. തിയേറ്ററിൻ്റെ മുൻഭാഗത്തായിട്ട് നമുക്ക് ടിക്കറ്റ് കൗണ്ടർ കാണാൻ പറ്റും. രാവിലെ ആയതുകൊണ്ട് തന്നെ അധികം ആൾക്കാരൊന്നുമില്ല. പിന്നെ ഞങ്ങളെപ്പോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഈ ഒരു സിനിമയ്ക്ക് ഓൺലൈനായിട്ടാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കൗണ്ടറിൽ പോയി ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ല. അറിയാലോ, പല തിയേറ്ററുകളിലും അതുണ്ട്. തിയേറ്ററിനകത്തേക്ക് കയറുമ്പോൾ അവിടെ ഒരു കഫേ നമുക്ക് കാണാൻ പറ്റും, കഫേ അറ്റ് UGM. പിന്നെ തിയേറ്ററിൻ്റെ ആ ഒരു ഇൻസൈഡ് വ്യൂ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ. കുറേ പോസ്റ്ററുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, 10ാം വളവുണ്ട്, പിന്നെ ഡിയർ ഫ്രണ്ട്, കുറ്റവും ശിക്ഷയും, ജോൺ ലൂതർ, ഇനി റിലീസാവാണ്ടിരിക്കുന്ന കുറേ മലയാള സിനിമകളുടെ പോസ്റ്ററുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ തിയേറ്ററിലേക്ക് കയറി വരുമ്പം ഇടതുഭാഗത്തായിട്ടാണ് സ്ക്രീൻ 3 വരുന്നത്. അവിടെയാണ് നമ്മളിന്ന് ജോ ആൻഡ് ജോ കാണുന്നത്. പിന്നെ വലതുഭാഗത്തായിട്ടാണ് നമ്മുടെ സ്ക്രീൻ 1 വരുന്നത്. അത് ഞാൻ കാണിച്ചു തരാവേ. ഈ കാണുന്നതാണ് സ്ക്രീൻ 1. ആ ഒരു ഡോറൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, ഒരു റെഡ് ഫിനിഷ്, ഒരു റെഡ് ലെതർ ഫിനിഷ് അല്ലേ, കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ നേരെ കാണുന്നത് സ്ക്രീൻ 2 ആണേ. എല്ലാത്തിനും ആ ഒരു റെഡ് കളർ ഡോറാണ് കൊടുത്തിരിക്കുന്നത്. ഇടപ്പള്ളി വനിതാ തിയേറ്ററിൽ പോയപ്പോഴാണ് ഇത്രയധികം പോസ്റ്ററുകൾ കണ്ടത്. അതിനുശേഷം ഇത്രയധികം പോസ്റ്ററുകൾ കണ്ടൊരു തിയേറ്റർ ഇതാണെന്നാണ് തോന്നുന്നത്. എൻ്റെ മോനെ ഒരു രക്ഷയില്ല കേട്ടോ, കുറേ ഉണ്ട്. അവിടെ കുടിവെള്ളം വെച്ചിട്ടുണ്ട്. അറിയാലോ, പല തിയേറ്ററുകളിലും ഇല്ലാത്തൊരു സാധനമാണിത്. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാശ് കൊടുത്ത് തന്നെ വാങ്ങേണ്ടി വരും. അതെന്തായാലും ഒരു നല്ല കാര്യമാണ്. പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും കുറച്ച് വെള്ളം നമുക്ക് പൈസ കൊടുത്ത് തന്നെ മേടിക്കാം. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയോണ്ടേ ഒന്നും കഴിക്കാണ്ടാണ് വന്നത്. അപ്പോൾ കുറച്ച് പോപ്കോണും ഒരു സോഫ്റ്റ് ഡ്രിങ്ക്സും മേടിച്ച് കഴിഞ്ഞാൽ വിശപ്പിന് ഒരു ശമനം കിട്ടും. പോപ്കോണിൻ്റെ റേറ്റ് വരുന്നത് 80 രൂപ കേട്ടോ. പിന്നെ ഈ ഡ്രിങ്ക്സിൻ്റെ റേറ്റ് 50 രൂപ. യെസ്, ആൾക്കാർ കയറി തുടങ്ങി. ഷോ ടൈം പറഞ്ഞല്ലോ, 9:15 ഷോ. 9:05 ആയപ്പോഴത്തേക്ക് അവർ ആൾക്കാരെ അകത്തേക്ക് കയറ്റി തുടങ്ങി. പിന്നെ ഞങ്ങൾ ബുക്ക് ചെയ്ത സമയത്ത് അത്യാവശ്യം ബുക്കിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, സിനിമ കാണാനായിട്ട് എന്തായാലും കുറച്ച് തിരക്ക് കാണുന്നുണ്ട്. കൂടുതലും ഫാമിലീസാണ് ഈ ഒരു സിനിമ കാണാനായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ ഈ ടിക്കറ്റൊക്കെ കാണിച്ചിട്ട് നമുക്ക് നേരെ അകത്തേക്ക് കയറാം അല്ലേ. എൻ്റെ മോനെ ഡാർക്കാണല്ലോ, അകത്ത് വെട്ടമില്ല കേട്ടോ. ഈ 2 ലൈറ്റ് മാത്രമാണ് ഇപ്പോൾ ഒരു തിയേറ്ററിനകത്ത് ഇട്ടേക്കുന്നത്. അതും ഡിം ലൈറ്റാണ്. ഈ ഒരു വെട്ടം കൊണ്ട് എന്തായാലും നമുക്ക് തിയേറ്ററിൻ്റെ ഒരു ഇൻറ്റീരിയർ ഒന്നും കാണാൻ പറ്റില്ല. എങ്കിലും 2 സൈഡിലായിട്ട് കുറച്ച് ടോപ്പ് ലൈറ്റുകളൊക്കെ കാണാൻ പറ്റും. എന്തായാലും സിനിമ തുടങ്ങി തീരുമ്പോഴത്തേക്ക് അവരെന്തായാലും ലൈറ്റൊക്കെ ഇടുമല്ലോ. അപ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്യാം കേട്ടോ. Smoking is injurious to health. Smoking causes cancer. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. കാണാൻ പോകുന്നത് UGM സിനിമാസിലെ OD 3 ആണ്. ഈ കാണുന്നതാണ് 200 രൂപയുടെ പ്ലാറ്റിനം സീറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. പിന്നെ ചുറ്റും നമുക്ക് സറൗണ്ട് സ്പീക്കേഴ്സ് കാണാൻ പറ്റും. പുറകിലുണ്ട്, 2 സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ആ ഒരു തീം കൊള്ളാമല്ലേ, ഒരു റെഡ് ബ്ലാക്ക് തീമാണ്. ഒരു ഡയമണ്ട് കട്ട് ഷേപ്പ് പോലെയൊക്കെ കുറേ സംഭവങ്ങളൊക്കെ കാണാം. ഈ കാണുന്ന സീറ്റൊക്കെ 150 രൂപയുടെ സീറ്റാണ്. അങ്ങനെ റേറ്റിൻ്റെ കാര്യത്തിൽ അങ്ങനെ വലിപ്പച്ചെറുപ്പമൊന്നുമില്ല. ബാക്കി സീറ്റെല്ലാം 150 രൂപ തന്നെയാണ്. പിന്നെ സ്ക്രീനിൻ്റെ ഒരു വലിപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയാണ് കേട്ടോ. അത്യാവശ്യം വലിപ്പമുണ്ട്, ചെറിയ സ്ക്രീനല്ല, അത്യാവശ്യം വലിപ്പമുണ്ട്.
പിന്നെ തിയേറ്ററിന് മുൻപിൽ നിന്ന് നമ്മൾ നോക്കുന്ന ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. അതിവിശാലമായ തിയേറ്റർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ഇത് പിന്നെ ഓഡി 3 ആണ്. ഇവിടുത്തെ ഓഡി 1 ആണ് ഏറ്റവും വലുതെന്നാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കമൻറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനി ഇറങ്ങിയേക്കാം അല്ലേ, ഇറങ്ങിയിട്ട് പോയി ഫുഡ് കഴിക്കട്ടെ, വിശക്കുന്നു. തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ വഴിയോരം എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് കണ്ടു. പല ആൾക്കാരും തിയേറ്റർ പ്ലസ് ഫുഡ് ബ്ലോഗ് വേണമെന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കമൻറ്റിനെ മാനിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഭക്ഷണം ഇവിടെ നിന്നാവാം അല്ലേ. ഇവിടെ മെനു ഒന്നുമില്ല, പിന്നെ ഞങ്ങൾക്ക് അധികം ഓപ്ഷനൊന്നും ഇല്ലാത്തതുകൊണ്ടേ നമ്മുടെ സ്ഥിരം സാധനം ബിരിയാണി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 ബീഫ് ബിരിയാണി കേട്ടോ പറഞ്ഞേക്കുന്നത്. യെസ്, നമ്മുടെ ബീഫ് ബിരിയാണി ആയിട്ട് ചേട്ടൻ വന്നിട്ടുണ്ട്. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. യെസ്, അപ്പോൾ ഇതാണ് സാധനം. അപ്പോൾ ഇനി ഇത് കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. ഒരു നോർമൽ ബിരിയാണിയാണ്, അങ്ങനെ ഗംഭീരമൊന്നും പറയാനില്ല. പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് 142 രൂപ കേട്ടോ. തരക്കേടില്ലാത്തൊരു ബിരിയാണി അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി കഴിച്ചിട്ട് കാണേ. ജോ ആൻഡ് ജോ ഡയറക്റ്റഡ് ബൈ അരുൺ ഡി ജോസ്. അപ്പോൾ സിനിമയെ പറ്റി ഞങ്ങളുടെ ഒരു അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമ കൊള്ളായിരുന്നു അല്ലേ, കണ്ടിരിക്കാൻ പറ്റിയൊരു സിനിമയായിരുന്നു. ഒരു 2 മണിക്കൂർ നമുക്കിങ്ങനെ ചിരിച്ചും സന്തോഷിച്ചും ഒക്കെ കണ്ടിരിക്കാൻ പറ്റിയൊരു സിനിമയായിരുന്നു. അങ്ങനെ പുതുമയുള്ള പ്രമേയമായിട്ടൊന്നും തോന്നിയില്ല. സിനിമയുടെ ഒരു പശ്ചാത്തലം എന്താണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലോക്ക്ഡൗൺ സമയത്ത് നമ്മുടെ വീടുകളിലൊക്കെ നടക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെയാണ് സിനിമയിൽ കാണിച്ചത്. ഈ ലോക്ക്ഡൗൺ സമയത്ത് നമുക്ക് അങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഓൺലൈൻ ക്ലാസ് ആയിരിക്കും, കോളേജിലൊന്നും പോകാൻ പറ്റത്തില്ല. അപ്പോൾ വീട്ടിനകത്ത് അകപ്പെട്ടു പോകുന്ന ഒരു സഹോദരിയും സഹോദരനും തമ്മിലുള്ള കഥയാണ് സിനിമയിൽ കാണിക്കുന്നത്. അത് മാത്രമല്ല അതിനകത്ത് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് അല്ലെ, ഒരു 3 സുഹൃത്തുക്കളുടെ കഥ കൂടി സിനിമയിൽ കാണിക്കുന്നുണ്ട്. കൂട്ടുകാരന് വേണ്ടി ചങ്ക് പറിച്ചു കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സ് അല്ലേ. അത് അവസാന ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് അതിനകത്ത് കുറച്ച് ഡിസ്ട്രക്റ്റിങ് സംഭവിക്കും. അതൊക്കെ നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അതുപോലെ തന്നെ നമ്മുടെ അമ്മമാരുടെ വായിന്ന് കേൾക്കത്തില്ല. ഇപ്പൊ നമ്മളാണെങ്കിലും വെക്കേഷൻ ടൈമിലൊക്കെ സഹോദരങ്ങൾ വീട്ടിൽ നിൽക്കുമ്പോൾ അടിയിടി എങ്ങനെയെങ്കിലും കോളേജ് അല്ലെങ്കിൽ സ്കൂളൊന്നും തുറന്നാൽ മതി എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു സിറ്റുവേഷൻ ഒക്കെ ഈ സിനിമയ്ക്കകത്തുണ്ട് കേട്ടോ. യെസ്, നമ്മുടെ വീടുകളിലൊക്കെ നടക്കുന്ന സംഭവങ്ങളൊക്കെയാണ് സിനിമയിൽ കാണിച്ചേക്കുന്നത്. അങ്ങനെ പ്രമേയത്തിലൊന്നും പുതുമയൊന്നും തോന്നിയില്ല. പക്ഷെ പുതുമയില്ലെങ്കിൽ തോന്നും ആ 2 മണിക്കൂർ നമ്മൾ ഫുൾ ടൈം നമുക്ക് സിനിമ കണ്ടോണ്ടിരിക്കാൻ തോന്നും. കുറെ തമാശകളുണ്ട് അല്ലേ, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറെ തമാശകളുണ്ട്. ഒരു ന്യൂജൻ മൂവിയാണ് അല്ലേ. ഇതൊരു ഫാമിലി മൂവി ആണെങ്കിലും നമ്മൾ സ്ഥിരം കാണുന്ന ടൈപ്പ് ഒരു ഫാമിലി ഡ്രാമ അല്ല, കുറച്ചും കൂടി ഒരു ന്യൂജനാണെന്ന് പറയാം അല്ലേ. 2 മണിക്കൂറുള്ള ഒരു ചെറിയ സിനിമ ആയിരുന്നെങ്കിലും സിനിമ അഡ്രസ്സ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഒന്നാമത്തെ കാര്യം, നമ്മുടെയൊക്കെ വീട്ടിൽ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ടെങ്കിൽ ഈ പെൺകുട്ടി എപ്പോഴും അമ്മമാര് വേറൊരു വീട്ടിലേക്ക് കെട്ടിച്ചയക്കാൻ വേണ്ടി ഒരുക്കി എടുക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ടല്ലോ, ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് നമ്മളിങ്ങനെ പറയുമല്ലോ. ഈ സിനിമയിൽ നിഖില ചെയ്യുന്ന ക്യാരക്ടർ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, അമ്മ ചെയ്യുന്നത് പൊളിറ്റിക്കലി കറക്റ്റ് അല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭാഷണമൊക്കെ ഈ സിനിമയ്ക്കകത്ത് അവർ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടല്ലോ, അപ്പോൾ അതിന്റെ ക്ലൈമാക്സിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു സീൻ ഉണ്ടല്ലോ, മറ്റേ ചേച്ചി അതിനോട് പറഞ്ഞില്ലേ നീ വേണമെങ്കിൽ വെള്ളം എടുത്ത് പോയി കുടിക്കണം എന്നൊക്കെ പറഞ്ഞൊരു ഒരു സീൻ ഉണ്ടല്ലോ. ആ ഒരു സീനിന്റെ സ്വഭാവം ഉണ്ടല്ലോ, അതൊക്കെ ഇതിലും ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അത് കൂടാണ്ട് തന്നെ ഇപ്പൊ മകൻ എന്ത് ചെയ്താലും മകള് വേണം ക്ഷമിക്കാൻ, അങ്ങനെ ഒരു സംഭവം. ഫുഡ് കഴിച്ചതിന് ശേഷം മകള് പ്ലേറ്റ് എടുത്തോണ്ട് പോകണം, പക്ഷെ മകന്റെ പ്ലേറ്റ് അവിടെ ഇരുന്നാലും കുഴപ്പമില്ല എന്നൊരു രീതിയൊക്കെ ഉണ്ട് ഇതിനകത്ത്. യെസ്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മുടെയൊക്കെ വീടുകളിൽ നടക്കുന്ന കുറെ കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ അഡ്രസ് ചെയ്ത് പോകുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. എന്നാൽ അവിടെ തന്നെ നിർത്താതെ അല്ലെ, കഥ അതിന്റെ ഒരു ഫ്ലോയ്ക്ക് തന്നെ അവസാനം വരെ കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ ഈ സിനിമ കഴിയുമ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് ചിന്തിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു ഫണ്ണൊക്കെ നമ്മൾ എൻജോയ് ചെയ്ത് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഡയറക്ടർ നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ടല്ലേ. അത് കൃത്യമായിട്ട് എങ്ങനെ നമ്മളിലേക്ക് എത്തിക്കുക എന്നുള്ള കാര്യം പുള്ളിക്കാരൻ വ്യക്തമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ അവിടെ നിൽക്കട്ടെ. ഈ സിനിമയിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം നമ്മുടെയൊക്കെ വീടുകളിൽ ഈ അമ്മമാർക്ക് എന്തായാലും മക്കളിലൊരു വ്യത്യാസം ഉണ്ടാകത്തില്ല. പക്ഷേ ഈ ഇളയ മക്കളോട് അമ്മമാർക്ക് ഒരു പ്രത്യേക സ്നേഹം കുറച്ച് അല്ലെ, ഒരു ഇത്തിരി കൂടുതലായിരിക്കും അല്ലേ. അതിപ്പോ ഇളയത് മകളായാലും മകനായാലും എന്തായാലും അല്ലേ, അവിടെ ജെൻഡർ ഒന്നും അമ്മമാരൊന്നും അങ്ങനെ ജെൻഡർ നോക്കിയൊന്നും അല്ല സ്നേഹിക്കുന്നത്. അവരെപ്പോഴും ഇളയ മക്കളോട് എപ്പോഴും ഒരു അഡ്വാൻറ്റേജ് എന്തായാലും അല്ലേ അതുണ്ടാവും എന്തായാലും. എനിക്കിപ്പോൾ ഈ സിനിമ കണ്ടിട്ട് ഇപ്പോൾ അതിനകത്ത് ഇപ്പോൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എനിക്ക് പക്ഷേ ഈ ഒരു സിനിമ കണ്ടിട്ടേ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അതൊക്കെ മാറ്റേണ്ട കാര്യങ്ങളാണ്, അതെല്ലാം സമ്മതിക്കുന്നത്. പക്ഷേ അല്ലേ, ഒരു ഇളയ മക്കൾ ഇപ്പം ആണായാലും പെണ്ണായാലും എന്തായാലും അമ്മമാർക്ക് എന്തായാലും അവരോട് കുറച്ച് സ്നേഹമൊക്കെ ഉണ്ടാവും. ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലാണെങ്കിലും അല്ലേ, പൊതുവേ അവർക്ക് എപ്പോഴും അവരോടൊരു അറ്റാച്ച്മെന്റ് കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മുതിർന്ന ആളിപ്പോൾ ആണായാലും പെണ്ണായാലും അവർക്കൊരു ചെറിയൊരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അവിടെ തോന്നും. 2 മക്കളെ ഒരുപോലെ കാണണമല്ലേ, പക്ഷെ അവനോട് അല്ലെങ്കിൽ അവളോട് കുറച്ച് സ്നേഹം കൂടുതൽ കാണിക്കുന്നുണ്ടല്ലോ എന്നുള്ള അല്ലേ, അങ്ങനെ ഒരു തോന്നലൊക്കെ തോന്നുക. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് എനിക്ക് ഇങ്ങനെയാണ് തോന്നുന്നത്. കാര്യം എന്ന് വെച്ചാൽ അമ്മമാർ എപ്പോഴും ഈ ഇളയ മക്കളോട് ഒരു സ്നേഹം കൂടുതൽ കാണിക്കും. പക്ഷേ ഈ ഇളയ മക്കളായിരിക്കും ഏറ്റവും കൂടുതൽ കുരുത്തക്കേട് കാണിക്കുന്നത്. ആ കുരുത്തക്കേടിന്റെ ബലം മൂത്തവരായിരിക്കും അനുഭവിക്കുന്നത്.
അപ്പോൾ എന്തായാലും സിനിമയിൽ കുറേ കാര്യങ്ങൾ ഇതുപോലെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ സിനിമ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സിനിമ കണ്ടു നോക്കണം. അപ്പോൾ ഇതുപോലത്തെ കുറേ കാര്യങ്ങളൊക്കെ തോന്നും. ഇപ്പോൾ ഈ സിനിമയിൽ മുതിർന്നതൊരു പെൺകുട്ടിയാണ്, പക്ഷേ കുറേ സീനൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം എന്താ പറയുക, കുറച്ച് കൂടുതൽ ഭാരം മകളിലേക്ക്, പെൺമക്കളിലേക്ക് അമ്മമാർ അടിച്ചേൽപ്പിക്കുന്നതൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ എന്തായാലും ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടല്ലേ. എത്രയൊക്കെ നമ്മൾ പുരോഗമനം പറഞ്ഞു കഴിഞ്ഞാലും സ്റ്റിൽ നമ്മുടെ വീടുകളിലൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ ഒരു 18 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കല്യാണം കഴിപ്പിച്ചിരണം, പഠനത്തിനൊന്നും ഒരു കാര്യമില്ലെന്ന് പറഞ്ഞാൽ കുറെ അമ്മാവന്മാർ ഇറങ്ങുമല്ലോ. അതുപോലെ തന്നെ ഒരു അമ്മാവൻ ഈ സിനിമയ്ക്കകത്തുണ്ട്. പക്ഷെ നമ്മുടെ നായ ചുട്ട മറുപടി തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ല, അത്രയ്ക്ക് അങ്ങോട്ട് പറയരുത്, സ്പോയിലറാണ്. നീ കഴിഞ്ഞ വീഡിയോയിൽ ഇതുപോലെ എന്തോ പറഞ്ഞിട്ട് ആരും കമന്റ് ചെയ്തായിരുന്നു, സ്പോയിലർ പറയില്ല ബ്രോ എന്ന് പറഞ്ഞിട്ട്. അപ്പം എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കാണാൻ. എന്തായാലും 2 മണിക്കൂർ നമുക്കൊരു എന്താ പറയുക, ഒരു എന്റർടൈൻമെന്റ് ആയിരിക്കും, ഒരു ഫൺ എന്റർടൈൻമെന്റ് ആയിരിക്കും സിനിമ. പിന്നെ അഭിനയത്തിന്റെ കാര്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത്ര മികച്ചതായിട്ട് ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലല്ലേ, നന്നായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് സിനിമ കാണുമ്പോൾ മൊത്തത്തിൽ ഒരു എവിടേക്കോ ഒരു സിംഗിളായ്മ നമുക്ക് തോന്നുന്നുണ്ട്. പിന്നെ നമ്മുടെ ജോണി ആന്റണി ചെയ്തൊരു അച്ഛൻ കഥാപാത്രമുണ്ട്, അത് ഭയങ്കര അടിപൊളിയായിരുന്നു അല്ലേ. അതൊരു കുറേ വാല്യൂസ് ഉള്ളൊരു അച്ഛനായിട്ടാണ് എനിക്ക് തോന്നിയത്, പേഴ്സണലി തോന്നിയത്. ഇപ്പൊ അതിനകത്ത് മക്കൾ ചെയ്യുന്ന തെറ്റുകൾക്ക് നേരെ എന്താ പറയുക, മറ്റേ ആക്രമിക്കുക എന്നുള്ളൊരു രീതിയല്ല ഈ സിനിമയിൽ ഈ ഒരു അച്ഛൻ കഥാപാത്രം ചെയ്യുന്നത്. അതൊരു നല്ല കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. മക്കളെന്ന നിലയിൽ അവരുടെ ഒരു ഇതിന് വാല്യൂ കൊടുക്കുന്ന ഒരു അച്ഛനായിട്ടാണ് തോന്നുന്നത്. അവര് ഉണ്ടാക്കുന്ന പ്രശ്നം അവർ തന്നെ പരിഹരിക്കണം എന്നൊരു ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു അച്ഛൻ, അല്ലാതെ നന്മമരം കളിക്കുന്ന ഒരു രീതിയൊന്നും. അവസാനമൊക്കെ ആകുമ്പോഴത്തേക്ക് പറയുന്നുണ്ട് അച്ഛൻ ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളൊക്കെ മാറുമെന്നൊക്കെ ഇങ്ങനെ സിനിമയിൽ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ സിനിമ കണ്ടു നോക്കാം കേട്ടോ. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാം. പിന്നെ ഇത് OTT റിലീസ് ചെയ്താൽ കുറച്ചും കൂടി ഒരു വൈഡ് റീച്ച് കിട്ടിയാണ് അല്ലേ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊച്ചു സിനിമയാണ്, ഒരു വീടും ലോക്ക്ഡൌൺ സമയമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീടും കുറച്ച് പ്രദേശങ്ങൾ ചുറ്റുവട്ടുള്ള പ്രദേശമൊക്കെയാണ് കാണിക്കുന്നത്. അപ്പം OTT റിലീസ് ചെയ്തായിരുന്നെങ്കിൽ എന്തായാലും കുറേ ആൾക്കാരിലേക്ക് ഇത് റീച്ച് ആയതിനെ. എന്താ പറയുക, നല്ലൊരു എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഫൺ സിനിമയാണ്. എന്തായാലും ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയൊരു സിനിമയാണ്. പിന്നെ പെൺമക്കളുമായിട്ടാണ് അമ്മമാർ സിനിമ കാണാൻ പോകുന്നുണ്ടെങ്കിൽ അമ്മമാരൊന്ന് സൂക്ഷിക്കേണ്ടി വരും. ഇങ്ങനെ 2 അടിയും അമ്മയുടെ ദേഹത്ത് 2 അടിയൊക്കെ നമുക്കിങ്ങനെ തിയേറ്ററിൽ പോയി കാണാൻ പറ്റുമല്ലേ. അങ്ങനെ കുറെ ചിരിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതുമായിട്ടുള്ള കുറെ സീനുകളൊക്കെ ഈ സിനിമയ്ക്കകത്ത് ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങൾക്ക് സിനിമയെ പറ്റിയിട്ടുള്ള അഭിപ്രായം. 2 മണിക്കൂർ നമുക്ക് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു സിനിമയായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. അത്രയൊക്കെ ഉള്ളല്ലേ. അപ്പം നമുക്കിനി തിയേറ്ററിനെ കുറിച്ച് പറയാം. ഞങ്ങളിന്ന് സിനിമ കണ്ടത് കോട്ടയത്തെ ഏറ്റുമാനൂർ UGM സിനിമാസിലെ OD3 പോയിട്ടാണ് ഞങ്ങൾ സിനിമ കണ്ടത്. സിനിമ പറഞ്ഞല്ലോ നല്ല സിനിമയായിട്ടാണ് തോന്നിയത്. പക്ഷേ തിയേറ്ററിൻ്റെ കാര്യം പറയുവാണെങ്കിൽ OD3 കാര്യം പറയുകയാണെങ്കിലേ നല്ല തിയേറ്ററായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല സ്ക്രീനിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വലിയ സ്ക്രീൻ ആയിരുന്നു, നല്ല പ്രൊജക്ഷൻ ആയിരുന്നു, ബ്രൈറ്റ്നസ്സും ഷാർപ്നെസ്സും ഒക്കെ എല്ലാം എന്താ പറയുക പാകപ്പെടുത്തിയ ഒരു സ്ക്രീൻ ആയിരുന്നു അല്ലേ. നല്ല പ്രൊജക്ഷൻ അല്ലായിരുന്നു, സൗണ്ടും നല്ല സറൗണ്ട് സിസ്റ്റം ആയിരുന്നു. പിന്നെ ഈ സിനിമയിൽ അധികം സൗണ്ടിന് അങ്ങോട്ട് പ്രസക്തി ഇല്ലല്ലോ. പക്ഷേ ഇതിനകത്തൊരു സാധനം ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഇൻ്റർവെല്ലൊക്കെ അടുക്കുമ്പോഴത്തേക്ക് മറ്റേ എള്ളോളം തരി പാട്ടൊന്ന് റീമിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പാട്ടൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അല്ലാണ്ട് പിന്നെ സിനിമയുടെ ഒരു പൊതു സ്വഭാവം വെച്ചിട്ട് അങ്ങനെ സൗണ്ട് വലിയ ബീറ്റൊന്നും ഇല്ലാത്തൊരു സിനിമയാണ്. പക്ഷേ എന്നിരുന്നാലും തിയേറ്ററിന്റെ സൗണ്ട് നല്ലതായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് തോന്നിയത് അല്ലേ. പിന്നെ സീറ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സീറ്റും നല്ലതായിരുന്നു അല്ലേ. അപ്പോൾ പ്രൊജക്ഷനും സൗണ്ടും സീറ്റും മൊത്തത്തിൽ നല്ലതായിരുന്നു. പിന്നെ വലിയ തിയേറ്റർ അല്ല, അത്യാവശ്യം ഒരു ആവറേജ് സീറ്റിംഗ് കപ്പാസിറ്റി ആണ്. ഇപ്പം OD3 ആണല്ലോ. ഈ OD1 അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സിനിമ നമുക്ക് ഒരു തവണ ഫുൾ കണ്ടിരിക്കാൻ പറ്റിയൊരു സിനിമയായിരുന്നു. അതുപോലെ തന്നെ UGM സിനിമാസിലെ OD3 നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾക്ക് തന്നത്. ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഫാമിലി മൂവിയാന്ന് പറഞ്ഞു വീക്കെൻഡ് ഒക്കെ വരുമ്പോൾ ഫാമിലി ഒക്കെ ആയിട്ട് പോയി കാണണോട്ടെ. വീക്കെൻഡ് ആണ്, നാളെ ശനി ഞായറും അല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് തന്നെ പോയി ടിക്കറ്റ് എടുക്കാൻ പറ്റിയൊരു സിനിമയായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോയി കാണാം അല്ലേ. യെസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ.